വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനും ഒരു നേതാക്കൾക്കും ഒരു പ്രവർത്തകർക്കും ആ ക്യാമ്പസിൽ ഇപ്പോൾ ധൈര്യപൂർവ്വം പുറത്തു വന്ന ആളുകൾ പോലും, ഇന്ന് യൂണിറ്റ് എടുക്കുന്ന ആളുകളെ പോലും, ഇന്ന് KSUവിൻ്റെ യൂണിറ്റ് എടുക്കാൻ അല്ലെങ്കിൽ SFIയുടെ യൂണിറ്റ് എടുക്കാൻ വരുന്ന ആളുകളെയൊക്കെ ക്യാമറ വെച്ച് നിരീക്ഷിക്കുന്ന, അവരോട് സംസാരിക്കുന്ന, പുറത്തുനിന്ന് വരുന്ന ആളുകളോട് സംസാരിക്കുന്ന, ആ പ്രകടനത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്ന ആളുകളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള സംവിധാനം ആ ക്യാമ്പസ് ഭരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ചില പിന്തുണകളുമുണ്ട്. ആ പിന്തുണകൾ തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി ആ ക്യാമ്പസ് ഒരു ക്യാമ്പസ് അന്തരീക്ഷത്തിനപ്പുറത്തേക്ക് ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് കോട്ടയെ പോലെ ഈ പറഞ്ഞ റാംമാർ അടിഞ്ഞാടുന്ന ഒരു കേന്ദ്രമായി അവിടെ വളർത്തിയെടുത്തതിന് പിന്നിൽ കൃത്യമായ ചില പിന്തുണയുണ്ട്. ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് ഈ ക്യാമ്പസ് അഞ്ചരക്കണ്ടി ഏക്കർ കണക്കിന് വിശാലമായ ഈ ക്യാമ്പസ് അന്തരീക്ഷത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ആ ക്യാമ്പസിന്റെ ഒരു അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച്, അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, കാലിത്തൂഴത്തിനേക്കാൾ കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ. ഈ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് അകത്ത് കയറി നോക്കിയാലുള്ള അവസ്ഥ അതിനേക്കാൾ ഭീകരമാണ്. ഈ രീതിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് പോലും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെയുള്ള പിന്തുണ ആർക്ക്? ആ പിന്തുണയും ധൈര്യവും തന്നെയാണ് ഇന്ന് ഈ സമയം വരെ 4 ദിവസം പിന്നിട്ടും ആ കോളേജിന്റെ മാനേജ്മെന്റ് ഒരു അക്ഷരം ഉരിയാടാത്തത്. പോലീസ് ഈ റാം ഉൾപ്പെടെയുള്ള അധ്യാപകരെ സംരക്ഷിക്കാൻ ഈ പറഞ്ഞ ആപ്പിന്റെ കഥയും ലോൺ ആപ്പിന്റെ കഥയൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നതിന്റെ പിന്നിൽ കൃത്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ ഈ ക്യാമ്പസിൽ ഇങ്ങനെ ഒരു അതിദാരുണമായ ഒരു കൊലപാതകം നടന്നിട്ട് 4 ദിവസത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതെങ്ങനെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഈ തുടക്കത്തിൽ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിലെങ്കിലും പലതവണ മാധ്യമങ്ങളിലൂടെ ചർച്ചകളിൽ സമരങ്ങളിലെല്ലാം ഈ വിഷയം മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിച്ചില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ട് പോലും അതിലൊരു പ്രതികരണം ഉണ്ടായില്ല. എങ്ങനെ ഇന്ന് വന്നത്? ഇന്ന് അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇടയിൽ ഒരു പാരഗ്രാഫായി ഉൾക്കൊള്ളിച്ച് നിതിൻ രാജിന്റെ വിഷയം സൂചിപ്പിച്ച് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞുള്ള പ്രതികരണമല്ല. ഈ പറഞ്ഞ കോടികൾ മുടക്കിയിട്ടുള്ള PR ഏജൻസി ഈ വിമർശനങ്ങളും പൊതുസമൂഹവും ഒക്കെ ഇത് കാണുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അംബേദ്കർ ജയന്തിയുടെ പോസ്റ്റിനകത്ത് തിരികെ കയറ്റിയിട്ടല്ലാതെ ആത്മാർത്ഥയുടെ കണികയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണമായിട്ട് അതിനെ നോക്കിക്കാണാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഈ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഈ സഹോദരി ഉൾപ്പെടെ, അമ്മ ഉൾപ്പെടെ, ആ അച്ഛൻ ജീവിത സാഹചര്യങ്ങളോടെല്ലാം പടവെട്ടി ആ സ്വന്തം മകന്റെ ആശ്മയോട് സൂചിപ്പിച്ചതുപോലെ ചേതനയേറ്റ ശരീരം നോക്കിക്കാണേണ്ടി വന്ന ആ പിതാവിന്റെ മുമ്പിലേക്ക് ഒരു ആശ്വാസവാക്കുമായി മുഖ്യമന്ത്രിക്ക് പോകാമായിരുന്നു. ഇത് തന്നെയാണ് ഈ പോലീസിന്, ഈ ഭരണ സംവിധാനത്തിന് ഇപ്പോഴും ഈ റൂട്ട് തിരിക്കാൻ, ലോൺ ആപ്പിലേക്ക് കഥകൾ മെനയാൻ, ഇപ്പോഴും പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് നിതിൻ രാജിനെ കുറ്റക്കാരനാക്കാൻ, പ്രതിസ്ഥാനത്ത് നിർക്കാൻ വ്യഗ്രത ഉണ്ടാകുന്നത് ഈ പിൻബലം തന്നെയാണ്.